സദാ ബാലരൂപാഭിവിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാഭി പഞ്ചാസ്യമാന്യാഭിഹിന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവ അതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും എല്ലാ ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ വായിക്കുമ്പോൾ കമൻസ് ചെയ്ത മക്കളുടെ പേരുകൾ ജയാനിൽ, ശ്രീല, ജഗദമ്മ പറയുന്നു ആരോ കൂടെ ഇരുന്ന് പാടുന്നത് പോലെ തോന്നി. അതുമല്ല നാമങ്ങൾ കേൾക്കുമ്പോൾ കണ്ണുനീര് വരുന്നു. അത് അത്രത്തോളം സ്നേഹം ഭഗവാനോട് ഭക്തി ഉള്ളതുകൊണ്ടാണ് ജഗദമ്മയ്ക്ക്. അതുപോലെ എല്ലാ മക്കളും അങ്ങനെ ആകണം. രാധാ ശിവാനന്ദനും അങ്ങനെ പറയും. രാധാ ശിവാനന്ദൻ, ഗീതാ നായർ, നിർമ്മല രമേഷ്, ബിജു, പ്രസന്ന, ജയശ്രീ ബാബു, രുക്മിണി മോഹൻ, ജയകുമാർ, ബ്ലസ് എന്ന് എനിക്കത് അത്ര വ്യക്തമായില്ല പേര്, നാരായണി അമ്മ, കലജ ഗോപാലകൃഷ്ണൻ, സുധാമണി, ശുഭകുമാരി. ഇതിനകത്ത് ഞാൻ പല മക്കൾക്കും പല രീതിയിൽ ഭാഗവതം വേണ്ടുന്നവർക്ക് അത് രാമായണം ഇങ്ങനെ പലതും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ യോഗവും സിദ്ധിയും അഹിംസ പരമോധർമ്മ ഇടുന്നത് എല്ലാ മക്കളും വായിക്കുന്നു, അറിയുന്നത് നല്ലത് തന്നെ. പക്ഷേ അത് യഥാർത്ഥമായ ഒരു സന്യാസിക്ക് എല്ലാം ത്യജിച്ച് എല്ലാ ആഗ്രഹങ്ങളും വർജിച്ച് ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി ഒരു മനസ്സുകൊണ്ട് പോലും ഒരു നോട്ടം കൊണ്ട് പോലും ഒരു എറുമ്പിനെ പോലും നോട്ടം കൊണ്ടുപോലും ദ്രോഹിച്ചുകൂടാ. അങ്ങനെ അത് മാത്രമല്ല ഒരു ഇന്ദ്രിയങ്ങളും ഒന്നിൻ്റെ പുറകെയും പൊക്കൂടെ. അങ്ങനെയെല്ലാം ആകുന്നൊരു വ്യക്തിക്കാണ് അഹിംസ പരമോധർമ്മയിൽ കൂടെ യോഗവും സിദ്ധിയൊക്കെ വേണ്ടുന്നത്. അത് 2 or 3 പണ്ടൊക്കെ എന്നുവെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞ 1000-1 ഉള്ളെന്നാണ്. പക്ഷേ ഇപ്പം അങ്ങനെയുമല്ല. കാരണം അന്നത്തെ കാലമല്ല, ഇന്ന് ഒരുപാട് പുരോഗമനമുണ്ട്. ഈ ലോകത്ത് നിന്ന് ആർക്കും പെട്ടെന്ന് എല്ലാം ത്യജിക്കാൻ പറ്റത്തില്ല. അത്ര സുഖ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ലോകമായി മാറി. അതുകൊണ്ട് ഇപ്പം 10 ലക്ഷത്തിൽ 1-2 പേരെ അങ്ങനെ കാണും. എന്നാലും ഉള്ള അറിവ് അത് ഇട്ടാൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ആർക്കും അത്യാവശ്യം അറിഞ്ഞുകൊള്ളാൻ വയ്യാതെ ദാഹിച്ച് വലഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നുള്ളത്. കാരണം ഇത് വെറുതെ നശിച്ചു പോകണ്ടല്ലോ, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇതിൽ കൂടെ ആർക്കെങ്കിലും അത് ഉപകരിക്കുമല്ലോ എന്ന് കരുതി കിട്ടേണ്ടവരുടെ കയ്യിൽ കിട്ടുമല്ലോ. പക്ഷെ ഇത് അല്ലാതെ ദൈവമക്കൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ലോകത്തിലെല്ലാം ത്യജിക്കാതെ വീടുകളിൽ അത് ഭർത്താവും ഭാര്യയും തങ്ങളിൽ മനസ്സുകൊണ്ട് ദേഷിക്കുകയോ വഴക്കൂടെ ചെയ്യരുത്. കാരണം പിന്നെ ഇത് എല്ലാം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ അതിന് വരേണ്ട രീതിയിൽ അതിന് മുമ്പായിട്ട് വേണ്ടുന്ന ഭക്തിപരമായ കാര്യങ്ങൾ ഭഗവാന്റെ ഭഗവത്ഗീതയും അതുപോലെ ഭാഗവതമൊക്കെ വായിച്ച് മനസ്സിലാക്കിയും ഭക്തി വർദ്ധിച്ചും വരുമ്പോൾ വരും ജന്മങ്ങളിലൊക്കെ ഉപകരിക്കും. ഈ ജന്മം കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മം, ഇങ്ങനെ പോകെ നമ്മൾക്കെല്ലാം ഒരു കുറ്റമായിരിക്കും മറ്റുള്ളവരെ കുറ്റം വിധിക്കുക. നമ്മുടെ കണ്ണിലെ കരട് വെച്ചുകൊണ്ട് വേറെയുള്ള കുറ്റം വിധിക്കാൻ പാടില്ല. കാരണം കർത്താവായ യേശു തമ്പുരാൻ എന്താണ് കുറേ പേര് ഒരു സ്ത്രീയെ കല്ലെറിയാൻ വന്നപ്പോൾ പറഞ്ഞത്, നിങ്ങളിൽ ആര് കുറ്റം ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ കല്ലെറിഞ്ഞോളാൻ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും കല്ല് തറയെ വീണു. കാരണം എന്താ, അവർ നോക്കിയപ്പോൾ അവരുടെ ഉള്ളിലെല്ലാം നോക്കിയപ്പോൾ ഓരോ കുറ്റങ്ങൾ ചെയ്തവരാ, ഒന്നല്ലെങ്കിൽ പല രീതിയിൽ. അപ്പോൾ ആ സ്ത്രീയെ വെറുതെ വിട്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു വീട്ടിലെ സ്ത്രീയും പുരുഷനും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നവരായിരിക്കാം. എല്ലാ തെറ്റിനും ഒഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് കുറ്റം വിധിക്കാം. അല്ലാതെ നമുക്ക് യോജിച്ചൊക്കെ ജീവിച്ച് പോവുക, ഭക്തിപരമായി ഈശ്വരനെ ആരാധിക്കുക. നമ്മുടെ മക്കളുടെ തെറ്റ് കുറ്റങ്ങൾക്ക് വേണ്ടി അവർക്ക് നിയന്ത്രിക്കാൻ വയ്യാത്തതൊക്കെ ആകുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നല്ല മക്കളായി വരാനും. ഇന്ന് ഒരുപാട് എന്താ പറയുക, ഈ
പിന്നെ മയക്കുമരുന്നുകളും ഇതിനൊക്കെ അടിമപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടെയാണ് ഈ ഒരു നന്മ ഇനിയെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതിടുന്നത്. അത് ഉള്ള സമാധാനം കളയാതെ എല്ലാവരും സന്തോഷമായിട്ട് ഈശ്വരനെ ആരാധിക്കുക എന്ന് എനിക്ക് പറയാനുള്ള. ആരും ഇത് ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് അമ്മ ഇതൊക്കെ പറയുന്നു അങ്ങനെ പറയുമ്പം വീട്ടിൽ വന്ന് മറ്റുള്ളവർ കേൾക്കുമ്പോൾ പിന്നെ ദേഷ്യമായി വഴക്കൊക്കെ കൂടരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാമം ചൊല്ലിട്ട് ഭാഗവതം വായിക്കാം. ശ്രീ മധുരാഷ്ടകം ചൊല്ലാം. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം. ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം. ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം. വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം. ചലിതം മധുരം പ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം. വേണോർമധുരോ രേണോർമധുര പാണേർമധുര പാദൗ മധുരൗ. നൃത്യം മധുരം സഖ്യം മധുരം മധുരാധിപതേരഖിലം മധുരം. ഗീതം മധുരം പീതം മധുരം ഭുക്തം മധുരം സുപ്തം മധുരം. രൂപം മധുരം തിലകം മധുരം മധുരാധിപതേരഖിലം മധുരം. കരണം മധുരം തരണം മധുരം ഹരണം മധുരം സ്മരണം മധുരം. വമിതം മധുരം ശമിതം മധുരം മധുരാധിപതേരഖിലം മധുരം. ഗുഡ്യാ മധുര മാലാ മധുര യമുന മധുര വീചി മധുര. സലിലം മധുരം കമലം മധുരം മധുരാധിപതേരഖിലം മധുരം. ഗോപീ മധുര ലീലാ മധുര യുക്തം മധുരം ഭുക്തം മധുരം. ദൃഷ്ടം മധുരം ശിഷ്ടം മധുരം മധുരാധിപതേരഖിലം മധുരം. ഗോപാ മധുര ഗാവോ മധുര അഷ്ടേർമധുര സൃഷ്ടേർമധുര. ദളിതം മധുരം ഫലിതം മധുരം മധുരാധിപതേരഖിലം മധുരം. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം. ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം. മക്കളെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേണുഗാന നിരൂപണമാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനം ഒരു 5-6 വരി ആയപ്പം മൊബൈൽ അങ്ങ് കട്ടായിപ്പോയി. അങ്ങനെ ഇതിനിപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഒരുപാടൊന്നും ഇതിൽ പറ്റത്തില്ല ചില സമയങ്ങളിൽ. പിന്നെ ഞാൻ ഒന്നേന്ന് എടുക്കാൻ പറ്റുമോ, എത്ര പിന്നെ സമയം എടുക്കാം, അതുകൊണ്ട് പിന്നെ അങ്ങനെ വെച്ചു. അതിനൊരു 4-5 വരി ഇതിനകത്തുണ്ട്. അത് ഞാൻ വായിച്ചിട്ട് നമുക്ക് കണ്ടു വായിക്കാം. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് ഗോപി വസ്ത്ര അപഹരണം. ഭഗവാൻ ഗോപികൾ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ വസ്ത്രങ്ങളെല്ലാം
കടമ്പിൻ്റെ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ കൊണ്ടുവച്ച കാര്യമാണ് അപഹരിച്ചുകൊണ്ട് പോകുന്നത്. നദീതീരത്ത് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് നദിയിലിറങ്ങി പിള്ളേർ കുളിക്കുന്ന സമയത്ത് ഭഗവാൻ വസ്ത്രങ്ങളൊക്കെ അപഹരിച്ചു കൊണ്ടുപോയത്. അത് നമുക്ക് വായിക്കുമ്പോൾ കണ്ടു വായിക്കാം. ഇപ്പം ഞാനിത് 5-6 വരിയും കൂടെ ഉണ്ട്, അത് ഞാൻ വായിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ബാക്കി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് പിന്നെ ഭഗവാൻ, അതായത് ശ്രേഷ്ഠരാം കൃഷ്ണരാമന്മാരുടെ നല്ല കാൽപ്പൊടി വാരി കുചങ്ങൾ തോറും ചേർത്ത് ഈ കാട്ടിലിരിക്കുന്ന കാട്ടാള നാരികൾ ഭഗവാൻ വൃന്ദാവനത്തിൽ വനത്തിലിങ്ങനെ എല്ലാം അവരുമായിട്ട് സന്തോഷമായിട്ട് നടക്കുമ്പോൾ ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും മംഗളകരമായ രീതിയാണ്, എല്ലാവർക്കും സന്തോഷമായ രീതിയിലാണ് അവിടെ വൃന്ദാവനം ശോഭിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള നാരിമാർ, കാട്ടിൽ വസിക്കുന്ന കാട്ടാള നാരികൾ ശ്രേഷ്ഠരാകുന്ന ഭഗവാന്റെ കൃഷ്ണരാമന്മാരുടെ നല്ല കാൽപ്പൊടി, നടക്കുന്ന പാദം ചവിട്ടുന്ന ആ മണ്ണ് പൂഴി വാരി കുചങ്ങൾ തോറും ചേർത്ത് സ്വാത്മനി മാരതാപങ്ങൾ ഒഴിക്കുന്നു. ഏവം പറഞ്ഞു സദാ കൃഷ്ണരൂപം അങ്ങാവോളം ഓർത്തു ഭജിക്കുന്ന ഗോപികൾ യോഗ മഹാവൈഭവം പരമാനന്ദ യോഗ സാധ്യം വരും കാലമറികടോ. അപ്പോൾ അങ്ങനെ ഭഗവാനെ തന്നെ ഓർത്ത് സദാ എപ്പോഴും കൃഷ്ണരൂപം, ഭഗവാന്റെ രൂപം ആവോളം അത്രത്തോളം ഓർത്ത് ഭജിക്കുന്ന ഗോപികൾക്ക് യോഗ മഹാവൈഭവം പരമാനന്ദം യോഗസാധ്യം വരും. നമുക്കും അത് മനസ്സിലാക്കണം. ഈ ഗോപികളെ കണക്ക് സദാ എപ്പോഴും ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ഭജിക്കണം. അപ്പോഴെന്ത് വരും? യോഗമഹാവൈഭവം പരമാനന്ദ സാധ്യം, യോഗസാധ്യം വരും. കാലമറികളോ, നമുക്ക് കാലങ്ങൾ തെളിയിക്കും നമ്മൾ അങ്ങനെ ആകുമ്പോൾ. കേൾക്ക നൃപ കുഴൽനാദ ഭേദം കേട്ട് നോക്കി നിന്നാർ മൃഗജാതികൾ തിന്നാതെ. അതായത് ഭഗവാന്റെ ഓടക്കുഴൽനാദം കേൾക്കുമ്പോൾ അവിടെയുള്ള മൃഗങ്ങൾ, പശുക്കളും മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ വനത്തിൽ, അതെല്ലാം പശുക്കൾ എന്താ തിന്നുകൊണ്ടിരിക്കുന്ന പുല്ല്. ഭഗവാന്റെ കുഴൽവിളിനാദം കേൾക്കുമ്പോൾ പശുക്കൾ തിന്നാതെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കും മറ്റു മൃഗങ്ങളെല്ലാം. ജാത്യാദി വൈരം വെടിഞ്ഞു ജന്തുക്കളും ആദിത്യൻ കുഴൽ സ്വനേർ നിശ്ചലരായത്. ഭഗവാന്റെ കുഴൽനാദം കേൾക്കുന്നവരെല്ലാവരും ജാത്യാദി വൈരം, ഒരു വിഷമ, എത്ര തരം അവിടെ മൃഗങ്ങളുണ്ടല്ലോ എല്ലാവരും ഒരുപോലെ, ആർക്കും വൈരമില്ല. തങ്ങളി എല്ലാം ഭഗവാന്റെ ആ ഓടക്കുഴൽനാദം കേട്ട് വൈരമൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജന്തുക്കൾ എല്ലാവരും ഒരുമയോടുകൂടി അത് കേൾക്കും. ഭഗവാന്റെ കുഴൽ സ്വനേർ നിശ്ചലരായതും എല്ലാവരും നിശ്ചലമായി നിൽക്കും. പുല്ല് തിന്നുന്ന പശുക്കളെല്ലാം പുല്ല് തിന്നാതെ നിൽക്കും. എല്ലാ മൃഗങ്ങളും കാതോർത്ത് നിൽക്കും. ദേവ മനുഷ്യ മൃഗജാതി പക്ഷികൾ ഏവരും ഒന്നിച്ചു തന്നേ പറയേണ്ടു. ദേവന്മാർ പോലും മനുഷ്യരും മൃഗജാതി പക്ഷികളും എല്ലാവരും ഒരുമിച്ച്, എല്ലാവരും ഒന്നുപോലെ തന്നെ. അവിടെ യാതൊരു ഭാവഭേദവുമില്ല. മൃഗമാണെന്നോ പക്ഷിയാണെന്നോ മനുഷ്യനാണെന്നോ ദേവന്മാരാണെന്നോ ഒന്നുമില്ല. എല്ലാവരും ഭഗവാന്റെ ഈ നാദം ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ എന്നേ പറയേണ്ടു. മായാമയൻ മായയാലി പ്രപഞ്ചങ്ങൾ കായഭേദേന തോന്നിച്ചു കളിപ്പവൻ നാദവിദ്യ അതീതൻ ആത്മാപരൻ കൃഷ്ണൻ നാദഭേദേന മോഹിപ്പിച്ചത് ഒരു കാര്യസാധ്യം തന്നെയാമെന്ന് ചിന്തിച്ചു ശൗരിപാദം ഗമിക്കണമെന്നാകിലാം. അപ്പോൾ മായാമയൻ്റെ ഈ മായാപ്രപഞ്ചങ്ങൾ കായഭേദന, ശരീരം കായം, ശരീരത്തിന് യാതൊരു ഭാവഭേദമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അങ്ങനെ തോന്നിപ്പിക്കുന്ന, അങ്ങനെ ഭഗവാൻ അവരെല്ലാവരും കളിപ്പിച്ചു. നാദവിദ്യ അതീതനാത്മാരാമൻ, നാദത്തിൻ്റെ എല്ലാം അതീതമായിരുന്ന ഭഗവാൻ പരമാത്മാവ് നാദഭേദേന, ഭഗവാന്റെ ആ നാദം കൊണ്ട് എല്ലാവരെയും മോഹിപ്പിച്ചതും അത് ഒരു കാര്യസാധ്യം തന്നെയാമെന്ന് ചിന്തിച്ചു ശൗരിപാദം ഗമിക്കണമെന്നാകില്ല. അത്രയും കൂടെ അന്ന് വായിക്കാനുണ്ടായിരുന്നല്ലേ, അത് വായിച്ചു. നമുക്കിനി കണ്ടു വായിക്കാം. അപ്പോൾ എല്ലാവരും അവിടെ അതെന്താ ഇതിങ്ങനെ പറയാൻ കാരണം, മനുഷ്യർക്കിന്ന് യോജിപ്പില്ല. പക്ഷെ അന്നത്തെ കാലത്ത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ദേവന്മാർക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ കാലത്ത് എല്ലാവർക്കും കായഭേദമന്യേ ശരീരഭേദം കൂടാതെ തന്നെ എല്ലാവർക്കും ഒരുപോലുള്ള ആ ഒരു ഭഗവാനുള്ള സ്നേഹം എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു. കാട്ടാള നാരിമാർ പോലും ഭഗവാന്റെ പാദത്തിൽ ചവിട്ടുന്ന ആ പൊടി പോലും വാരി കുചങ്ങൾ തോറും മാറുകൾ തോറും ഇടുമായിരുന്നു. അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. ഇന്ന് മനുഷ്യർക്ക് പോലും
എന്നാൽ മൃഗങ്ങൾക്ക് നോക്കിയിട്ട് വളരെ വളരെ വ്യത്യാസമാണ്. എത്രമാത്രം സ്നേഹമുള്ള ഒരു മൃഗത്തിന് വയ്യാതെ വന്നാൽ മറ്റൊരു മൃഗം പോയി മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വരുന്നു. എന്തൊക്കെയാണ് കാണുന്നത്. അക്കണക്കിന് മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടോ ഈ വന്ന കാലത്ത്? അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കാറുണ്ട്. പണ്ടുള്ള കാലം ഭേദമന്യേ എല്ലാവരും ഏത് മനുഷ്യരും മൃഗങ്ങൾക്കൊന്നും വ്യത്യാസമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഭഗവാനോട് വൃന്ദാവനത്തിലുള്ളപ്പോൾ. നമുക്ക് ഗോപി വസ്ത്ര അപഹരണം കണ്ടു വായിക്കാം. ഗോപി വസ്ത്ര അപഹരണം. നിൽക്കവയെല്ലാമേ ഹേമന്തകാലാദി മുഖ്യമാസേ നല്ല ഗോപകുമാരികൾ കാളന്തി തന്നിൽ കുളിച്ചു വഴി പോലെ കാളിയാം ദേവിയെ പൂജിപ്പതിനവർ മൃത്തുകൊണ്ട് അത്ഭുത ദേവി രൂപം ചമച്ച് ഉത്തമസ്ഥാനെ പ്രതിഷ്ഠിച്ചു പൂജിച്ചു മുഗ്ധ പ്രവാള ഫലതണ്ടുലങ്ങളാൽ ഭക്തിയോടൊക്കെ നിവേദിച്ചു. പിന്നെയും ശുദ്ധ പുഷ്പങ്ങൾ ധൂപാദി ദീപങ്ങളാൽ എത്രയും പൂജിച്ചു ഭക്തിയാ സ്തുതിച്ചവർ. കാർത്യായനി മഹാമായേ ഭഗവതി ആർത്തിനാശേ മഹായോഗ്യന്യധീശ്വരി. ഇവിടെ ഇത്രയും ഇവിടെ പറഞ്ഞിട്ട് ശൗര്യപാദം ഗമിക്കണമെന്നാകില്ല, ഇതവിടെ നിൽക്കട്ടെ, എന്നിട്ട് ഇനി ഗോപി വസ്ത്രാഭരണം പറയാം എന്നാണ് ഇവിടെ ശ്രീശുക മഹാമുനി ഈ പരീക്ഷത്തിനോട് പറയുന്നത്. നിൽക്കവയെല്ലാമേ. എന്നിട്ടെന്താ അടുത്തത്? ഹേമന്തകാലം വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരൽക്കാലവും കണ്ടായിരുന്നല്ലോ, അതെല്ലാം കണ്ട് ഈ ഹേമന്തകാലാദി മുഖ്യമാസേ നല്ലൊരു മാസം എന്ത് വന്നു? ഗോപകുമാരികളെല്ലാം കാളന്തി തന്നിൽ കുളിച്ചിട്ട് മണ്ണുകൊണ്ട് മൃത്തുകൊണ്ട് അത്ഭുത ദേവിയുടെ രൂപം ചമച്ച് കാളിയാം ദേവിയെ പൂജിക്കാൻ വേണ്ടി ഉത്തമസ്ഥാനം നല്ലൊരു കാളന്തി തീരത്ത് നല്ലൊരു സ്ഥലത്ത് ഈ കുട്ടികൾ ദേവിയുടെ രൂപം മണ്ണുകൊണ്ട് കുഴച്ച് അതുണ്ടാക്കിയിട്ട് ആ ദേവിയെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് മുഗ്ധപ്രവാളഫല തണ്ടുലങ്ങളാൽ എന്താണ് തളിര് തണ്ടുലം അരി ഒക്കെ കൊണ്ട് ഭക്തിയോടെ നിവേദിച്ച് അരി പായസമോ ചോറൊക്കെ വെച്ചായിരിക്കാം. അപ്പം ഭക്തിയോടെല്ലാം അമ്മയ്ക്ക് ദേവിക്ക് പൂജിച്ചത്. ഈ കുട്ടികൾ ചെയ്യുന്ന ജോലി എന്തിനാ ഇത് ചെയ്യുന്നതാ ഇനി പറയാൻ പോകുന്നത്. അപ്പം ദേവിയെ മണ്ണുകൊണ്ട് ഇത് പ്രതിമയുണ്ടാക്കി നല്ല സ്ഥലത്ത് ദേവിയെ വെച്ച് ആരാധിക്കുന്നു, നന്നായി പൂജിക്കുന്നു. എങ്ങനെയാ? ശുദ്ധ പുഷ്പങ്ങൾ. നല്ല ഈ ശുദ്ധ പുഷ്പം എന്ന് വെച്ചാൽ കേട് പാടില്ലാത്ത നല്ല ഈ പുഴുക്കുത്തൊക്കെ ഉള്ള, ഇപ്പം തെറ്റ് തന്നെ നമുക്ക് നോക്കുമ്പം ചിലപ്പോൾ അതിലൊക്കെ പകുതി ഈ മറ്റൊന്നും തിന്നതോ കേടുപാടുള്ളതോ ഇതൊക്കെ ഒഴിച്ചിട്ട് നല്ല ശുദ്ധ പുഷ്പങ്ങൾ കൊണ്ടും ധൂപാദി ദീപങ്ങളാൽ, അതായത് ജലഗന്ധ പുഷ്പ ധൂപ ദീപ അങ്ങനെയുള്ള എല്ലാം കൂടാണ് ആദി എന്ന ധൂപാദി. ആദി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ചേരും. ധൂപം എന്ന് വെച്ചാൽ ചന്ദനത്തിയുടെ പുകയാണ്, ആ പുകയ്ക്കാണ് ധൂപം. അപ്പോൾ ധൂപം മാത്രമല്ല, ജലോ ഗന്ധം ചന്ദനം പുഷ്പം ധൂപം അത് ചന്ദനത്തിയുടെ പുക, ദീപം അതും എല്ലാം കൂടെ ഉള്ള ഒരു പൂജ പുഷ്പങ്ങളെല്ലാം ആയിട്ട് അതും എത്രയും പൂജിച്ച് ഭക്തിയാ സ്തുതിച്ചവർ. എന്തിനാ ഈ അമ്മയെ സ്തുതിക്കുന്നത്? കാർത്യായനി മഹാമായേ ഭഗവതി ആർത്തിനാശേ. എന്താ ഇവിടെ ആർത്തി? അതിനെ നശിപ്പിക്കണമേ. അവർക്കുള്ള ഉള്ളിൽ നന്നായ ആർത്തിയുണ്ട്, ആ ആർത്തി തീർത്ത് കൊടുക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എന്താണ് ആവശ്യങ്ങളും ആർത്തി എന്താ നമുക്കുള്ളത്? ആത്മാവിൽ പരമാത്മാവിൽ ലയിക്കാനുള്ള ആർത്തിയാണോ? ആത്മീയമായ വിദ്യയ്ക്കുള്ള ആർത്തിയാണോ? അങ്ങനെയാണെങ്കിൽ അതിന്. അതല്ല ഈ ലോക ജീവിതത്തിലേക്കുള്ള ആർത്തിയാണോ എങ്കിൽ അത്. ഏതായാലും അമ്മ നമുക്ക് സാധിച്ചു തരും. അതുകൊണ്ട് അങ്ങനെ എല്ലാ മക്കളും പ്രാർത്ഥന. കാർത്യായനി മഹാമായേ ഭഗവതി ആർത്തിനാശേ മഹായോഗിന്യധീശ്വരി. അവരങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? സുന്ദരൻ നന്ദാത്മജനങ്ങൾ അത് ഞങ്ങൾ നമുക്ക്, നന്ദാത്മജൻ ഞങ്ങൾക്ക്, അതായത് വല്ലഭൻ നന്നായി വരും. എന്നാൽ ഈ ഭഗവാനെ കൃഷ്ണനെ വല്ലഭനായി കിട്ടണം. അതാണ് അമ്മയെ പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, സുന്ദരൻ നന്ദാത്മജങ്ങൾ വല്ലഭനെന്നായി വരുവതിനായി കൊണ്ട് അനുഗ്രഹം തന്നീട വേണം, അതിന്നു നമസ്കാരം. അമ്മേ കാർത്യായനി ഭഗവതി മായേ ദേവി എന്നെല്ലാം പറഞ്ഞിട്ട് ഈ സുന്ദരനായ ഭഗവാൻ കൃഷ്ണനെ നന്ദാത്മജൻ എന്ന് വെച്ചാൽ നന്ദഗോപരുടെ മകനെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വല്ലഭനായി കിട്ടുന്നത്, അതിനു വേണ്ടി അനുഗ്രഹം തരണമേ അമ്മേ. അമ്മ വിചാരിച്ചാൽ നടക്കും. അതാണ് ആ കുട്ടികൾ അമ്മയെ വെച്ച് പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നത്.
അങ്ങനെ വല്ലഭൻ എന്നായി വരും? എപ്പോഴാ ഭഗവാൻ ആ കൃഷ്ണൻ ഞങ്ങൾക്ക് വല്ലഭനായി വരുന്നത്? അതിന് അനുഗ്രഹം തരണമേ അമ്മേ. തന്നീട വേണം അതിനു നമസ്കാരം എന്നിങ്ങനെ അവർ സേവിച്ചു ദേവിയെ, പിന്നെ ഹവിസം ഭുജിച്ചു പോരും അവർ. അന്നൊരു നാൾ നിത്യകർമ്മ അവസാനത്തിൽ നല്ലൊരു ഇളവയിലേറ്റു ശീതം പോക്കി. അപ്പോൾ അവരങ്ങനെ പിന്നെ ദേവിയെ പൂജിച്ചും സേവിച്ചും ആ അരി കൊണ്ടുള്ള പൂജയൊക്കെ നട്ടിട്ട് അതിൻ്റെ ഹവിസ് അവരെടുത്ത് കഴിക്കും പൂജിച്ച് എന്നങ്ങനെ പോരുന്ന നാൾ ഒരു ദിവസം നിത്യകർമ്മ അവസാനത്തിൽ എന്ന് നിത്യേന ചെയ്യുന്ന കർമ്മങ്ങളായതെല്ലാം. അവരുടെ ജോലി എന്താണ്? ഭഗവാനെ വേണം. അവരതിന് വന്ന് നദിയിൽ വന്ന് കുളിച്ച് ഈ അമ്മയുടെ വിഗ്രഹം ഉണ്ടാക്കി അവിടെ അമ്മയെ വെച്ച് പൂജിച്ച്, ഇതെല്ലാം അവരുടെ ജോലി. ഭഗവാനെ വേണം, ഭഗവാനെ വേണം നിത്യേന ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ദിവസം അവസാനത്തിൽ എന്ത് വന്നു? നല്ലൊരു ഇളം വെയിലേറ്റപ്പോൾ, ഇളം വെയിൽ വന്നപ്പോൾ അവരതങ്ങനെ അവരുടെ ശീതം പോക്കാൻ, കുളിര് പോക്കാനായിട്ട് വെയിലത്തിരുന്നിട്ട് മല്ലാഷിമാർ ഒരുമിച്ച് മുതിർന്നവർ തന്നെ വസ്ത്രങ്ങൾ കാളന്തി തന്നെ തീരത്തഴിച്ചു വച്ചിട്ടുടൻ ചെന്ന് കാളന്തിയിൽ നീന്തി കുളിക്കുമ്പോൾ നന്ദജൻ കാളന്തി തീരത്തു ചെന്നിതു. അപ്പോൾ ഈ പിള്ളേർ ഇളം വെയിലേറ്റപ്പോൾ അവർക്ക് കുളിക്കണമെന്ന് തോന്നി. കാളന്തിയിലിറങ്ങി നീന്തിയും കുളിച്ചു തിരുന്നപ്പോൾ ഭഗവാൻ അവിടെ വസ്ത്രങ്ങളെല്ലാം തീരത്ത് അഴിച്ചു വച്ചിട്ടാണ് അവർ പോയി നീന്തി കുളിക്കുന്നത്. അപ്പോൾ ഭഗവാൻ നന്ദജൻ, അതായത് നന്ദഗോപരുടെ മകനാണ് നന്ദജൻ എന്ന് പറയുന്നത്. അപ്പോൾ നന്ദഗോപരുടെ മകൻ കൃഷ്ണൻ കാളന്തി തീരത്ത് ചെന്ന്, അപ്പോൾ ഈ നല്ലാർ, ഈ കുട്ടികൾ നല്ലാർ എന്ന് പറഞ്ഞാൽ ഈ ഗോപികമാർ കുളിക്കുന്നത് കണ്ട് കേശവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്ത് ചെയ്തു? മെല്ലവേ ചേലകളെല്ലാം എടുത്തുടൻ ചെന്ന് നീവേ കരേറി ജഗന്മംഗൽ ഒന്നൊന്നേ കൂറകൾ കെട്ടി ശിഖരത്തിൽ അർണോജനേത്രൻ കുഴൽ വിളിച്ചിടിനാൻ. ഭഗവാൻ കേശവൻ എന്ത് ചെയ്തു? ഈ കുട്ടികളുടെ നീവേ, അതായത് കടമ്പിൻ്റെ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഭഗവാൻ ജഗന്മംഗലൻ ഒന്നൊന്നേ കൂറകൾ, ഇവരുടെ വസ്ത്രങ്ങൾ ഒന്നൊന്നേ എല്ലാം ആ ശിഖരത്തിൽ കെട്ടി തൂക്കി. ശിഖരത്തിൽ ഈ കടമ്പിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ ഓരോരുത്തരുടെയും വസ്ത്രങ്ങളെല്ലാം അവിടെ കെട്ടി തൂക്കിയിട്ടിട്ട് അർണോജ നേത്രൻ കുഴൽ വിളിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് ഓടക്കുഴൽ ഊതി ഇങ്ങനെ സുഖമായി ഇരിക്കുന്നു. പിള്ളേർ നദിയിലിറങ്ങി കുളിച്ച് നീന്തി കളിക്കുക. ഭഗവാൻ എന്താ കാണിച്ചത്? അവരുടെ വസ്ത്രങ്ങളെല്ലാം ഈ കടമ്പിൻ്റെ മുകളിൽ കയറി കൊമ്പിലെല്ലാം കെട്ടി തൂക്കിയിട്ടു. അർണസിൽ നിന്നു കുളിക്കുന്ന ഗോപികൾ കണ്ണനോടേറെ പറഞ്ഞതോരോ വിധം. അപ്പോൾ അർണസിൽ, അതായത് നദിയിൽ കുളിക്കുന്ന കുട്ടികൾ ഇത് കണ്ടിട്ട് ഭഗവാനോട് പറയുന്നു, കണ്ണനോട് ഏറെ പറഞ്ഞു ഓരോ രീതിയിൽ, കണ്ണ വസ്ത്രം കൊണ്ട് താ കണ്ണ, അങ്ങനെ എല്ലാവരും വെള്ളത്തിൽ കിടന്ന് കളിക്കുകയും കുളിക്കുകയും നീന്തി ചെയ്തിട്ടുണ്ട്. ഇതാ പറച്ചില്ല, കാരണം അവർക്ക് കരയേറി പോകണ്ടേ, വസ്ത്രമില്ലാതെ എങ്ങനെയാ? അതുകൊണ്ട് ഇവരിങ്ങനെ പല പല രീതിയിൽ ഭഗവാനോട് ഓരോ രീതിയിൽ പറഞ്ഞു നോക്കുന്നു. അപ്പോൾ കണ്ണൻ എന്താ പറയുന്നത്? അർണസിൽ നിന്നു കരയേറി വന്നാൽ ഉടൻ നിർണയം ചേല നൽകാം എന്ന് കൃഷ്ണനും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ നദിയിൽ നിന്ന് കരയേറി വന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് ഭഗവാൻ പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് വന്നിടിലും അല്ലലില്ലെന്ന് എനിക്ക് എന്നും പറഞ്ഞത്. എനിക്ക് നിങ്ങളെല്ലാവരും ഒന്നിച്ച് വന്നാലും എനിക്കൊരു വിഷമമല്ല, നിങ്ങളുടെ എല്ലാ വസ്ത്രങ്ങളെല്ലാം ഞാൻ തന്നേക്കാം. നിങ്ങളെല്ലാവരും ഒന്നിച്ച് വന്നാലും മതി, ഓരോരുത്തരുമായിട്ട് വരണമെങ്കിൽ അങ്ങനെ, അത് എല്ലാവരും ഒന്നിച്ച് വന്നാലും നിങ്ങളുടെ എല്ലാ വസ്ത്രങ്ങളും ഞാൻ അപ്പോഴേ തന്നെ തന്നേക്കാം അങ്ങനെ പറഞ്ഞു. ഗോകുലനാഥനായ അതികോമളനാകുന്ന നീ ഇത് ചെയ്തത് അയോഗ്യമാം. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞ്, എനിക്ക് എല്ലാവരും ഒന്നിച്ച് വന്നിടലും അല്ലലില്ലെന്ന് എനിക്കെന്നും പറഞ്ഞിതു. ഗോകുലനാഥജനായ അതികോമളനാകുന്ന നീ ഇത് ചെയ്ത് അയോഗ്യമാ, ഇത് നീ ചെയ്ത് ശരിയല്ല എന്ന് ഈ കുട്ടികൾ, കാരണം പിള്ളേർക്ക് കൊടുക്കുന്നില്ല വസ്ത്രം. നിങ്ങൾ കരയേറി വന്നാലേ, നദിയിൽ നിന്ന് കരയേറി വന്നാൽ നിങ്ങൾക്ക് വസ്ത്രം തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് പറയുന്നു, നീ ഇത് ചെയ്തത് അയോഗ്യമാണ്, യോഗ്യതയല്ല. നിന്നുടെ ദാസികൾ ഞങ്ങൾ ഭവാൻ ചൊന്നതൊന്നിനും അല്ലെന്നതില്ല ഞങ്ങൾക്കിഹ. നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് ഇവിടെ ശരിയല്ല, നിങ്ങളുടെ ദാസികളാണ് ഞങ്ങൾ. ഭവാൻ അങ്ങ് ചൊന്നതൊന്നിനും അല്ലെന്നതില്ല ഞങ്ങൾക്കിഹ. എന്താ പറയുക അതിന്? ദാസികൾ ഞങ്ങൾ ഭവാൻ ഒന്നിനും അല്ലെന്നതില്ല ഞങ്ങൾക്കിവിടെ പറയുന്നതൊന്നും തെറ്റൊന്നുമില്ല. ഇന്നിവണ്ണം പറയാതെ വസ്ത്രങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതൊന്നും പറയാതെ ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് തരിക. ഇന്നിവണ്ണം ഇങ്ങനെ ഒന്നും
കണ്ണൻ പറയാതെ എന്തെല്ലാം അവർ പറഞ്ഞും കൊടുക്കത്തില്ല. അർണസെന്ന് കരേറി വന്നാലേ വസ്ത്രം തരൂ എന്ന് പറയുമ്പോൾ അങ്ങനെ നീ പറയാതെ ഇരിക്കൂ. ഈ നിവണ്ണം പറയാതെ വസ്ത്രങ്ങൾ നീ തന്നതില്ലെങ്കിലോ നന്ദനോടോതുവൻ. നീ ഇങ്ങനെ പറഞ്ഞാൽ വസ്ത്രം തരാതിരുന്നാൽ നിന്റെ പിതാവായ നന്ദഗോപരോട് ഞങ്ങൾ പറയും ഓതുവൻ. അച്ഛനറിഞ്ഞാൽ എനിക്കില്ല ഛേദം എന്ന അച്യുത വാക്ക് കേട്ടൊരു ഗോപീജനം. അപ്പം കൃഷ്ണൻ പറഞ്ഞു, അച്ഛൻ അറിഞ്ഞാൽ എനിക്കൊരു ഛേദവുമില്ല. അങ്ങനെ അച്യുതൻ ഭഗവാൻ തന്നെ അങ്ങനെ പറഞ്ഞു. അച്ഛൻ നന്ദഗോപർ അറിഞ്ഞാൽ എനിക്ക് കൃഷ്ണന് ഒരു ഛേദമില്ലെന്ന് അച്യുത വാക്കുകൾ. അച്യുതൻ ഭഗവാൻ അച്യുത വാക്ക് കേട്ടപ്പം ഗോപീജൻ എന്ത് പറഞ്ഞു? അന്യോന്യം ഈക്ഷിച്ചു മന്മഥ മന്ദിരം നന്നായി കരം കൊണ്ട് പൊത്തി വന്നിടിനാർ. അപ്പോൾ അവർ അന്യോന്യം പിള്ളേരെല്ലാം കൂടെ തങ്ങളി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി, എന്താ അതിനിപ്പോൾ ഒരു മാർഗം, ഒരു രക്ഷ എന്താ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. കാരണം ഭഗവാൻ കണ്ണൻ നമുക്ക് വസ്ത്രം തരത്തില്ല കയറി പോവാതെ. അർണസനെന്ന് കരേറിയിട്ടല്ലാതെ വസ്ത്രം തരത്തില്ല. നമുക്കിനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ തങ്ങളി അന്യോന്യം ഈക്ഷിച്ചു വെച്ചാൽ അന്യോന്യം തങ്ങളി നോക്കിയിട്ട് അവർ മന്മഥ മന്ദിരം അവരുടെ എന്താ പറയുക നാണം മറയ്ക്കാൻ എന്ത് ചെയ്ത് നന്നായി കരം കൊണ്ട് പൊത്തി വന്നിടിനാർ. അവർ കൈ കൊണ്ട് പൊത്തി പിടിച്ച് മറച്ചുകൊണ്ട് അവർ കരയിൽ കയറി. അപ്പോൾ നന്നായി കരം കൊണ്ട് പൊത്തി വന്നിടിനാർ ചൊന്നാൻ ജഗന്മയൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പുണ്യകാളന്തിയിൽ നിന്ദിച്ചു വസ്ത്രങ്ങൾ കൂടാതെ ലീലകൾ ചെയ്തത് പാതകം ഈശ്വര നിന്ദയെ ചെയ്തത് അതിന് അഞ്ജലി ചെയ്തു മേ വീടുവിൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഈ പുണ്യമായിരിക്കുന്ന ഈ കാളന്തിയിൽ, ഈ നദിയിൽ പുണ്യ നദിയാണ്, അത് നിങ്ങൾ നിന്ദിച്ചു. നിങ്ങൾ എങ്ങനെ നിന്ദിച്ചെന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ കൂടാതെ ലീലകൾ ചെയ്തത്. നിങ്ങൾ നീന്തി കളിക്കുക ചെയ്ത് വസ്ത്രങ്ങളില്ലാതല്ലേ, അത് പുണ്യ നദിയല്ലേ, അത് പാപമല്ലേ, നിന്ദിച്ചതല്ലേ നദിയെ. അപ്പം നിങ്ങൾ നിന്ദിച്ച് ചെയ്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പുണ്യകാളന്തിയിൽ നിന്ദിച്ച് വസ്ത്രങ്ങളില്ലാതെ കൂടാതെ ഈ ലീലകളെല്ലാം ചെയ്തത് കൊണ്ട് പാതകം, അത് പാപമാണ്, ഈശ്വര നിന്ദയാണത്, ഈശ്വരനെ നിന്ദിക്കാൻ തുല്യമാണ്. അതുകൊണ്ട് പാതകം ഈശ്വര നിന്ദയെ ചെയ്തതിന് അഞ്ജലി ചെയ്തു മേവിടെ നിങ്ങൾ തൊഴുതും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറി തൊഴുതും കൊണ്ട് കയറി കരയ്ക്ക് വരണം. കാരണം നദിയിൽ ഇത് ചെയ്തത് നിന്ദയാണ്, ഈശ്വര നിന്ദയാണ്. അതുകൊണ്ട് ആ നദിയിൽ തന്നെ നിന്ന് കരയേറുമ്പോൾ അവിടെ തൊഴുതുകൊണ്ട് തന്നെ അഞ്ജലി ഇത് രണ്ട് കൈയും കൂപ്പി തൊഴുതുകൊണ്ട് തന്നെ വരണം എന്നതു കേട്ട് ഏകപാണിന മൂർധനി വന്ദിച്ചു വച്ചു തൊഴുതു ഗോപീജനം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? ഇത് കേട്ടപ്പോൾ ഏകപാണിന, ഒന്ന് പാണി കൈ, ഒരു കൈ കൊണ്ട് മൂർധനി നമ്മൾ എങ്ങനെ നെറ്റിയിലൊടിച്ച് തൊഴുകുന്നത്, അതുപോലെ ഒരു കൈ കൊണ്ട് തൊഴുതും കൊണ്ട് വന്ദിച്ചു വച്ച് തൊഴുതു ഗോപീജനം, ഒരു കൈ കൊണ്ട് തൊഴുതുകൊണ്ട് കയറി വന്നു. അപ്പോഴെന്ത് എന്നത് കണ്ടു പറഞ്ഞു ജനാർദ്ദനൻ, ഒന്നുകൊണ്ട് ഈശനെ കൂപ്പുന്നതാകിലോ അന്യകരം അറുക്കെന്ന് ശാസ്ത്രോക്തിയും. അപ്പോൾ ഭഗവാൻ അത് കണ്ടപ്പോൾ പറഞ്ഞു, ജനാർദ്ദനൻ എന്ന് പറഞ്ഞ കൃഷ്ണൻ ഒന്നുകൊണ്ട് ഈശനെ കൂപ്പുന്നതാകില്ല, ഒരു കൈ കൊണ്ട് ഈശ്വരനെ കൂപ്പിയാൽ അന്യകരം മറ്റേ കൈ അറുത്ത് കളയണമെന്നാണ് ശാസ്ത്ര ഉക്തി. ശാസ്ത്രങ്ങൾ പറയുന്നത് ഒരു കൈ കൊണ്ട് ഈശനെ കൂപ്പിയാൽ മറ്റേ കൈ അറുത്ത് കളയണമെന്നാണ് ശാസ്ത്ര ഉക്തി. ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. എന്നാകയാൽ ഇന്ന് രണ്ടുകൊണ്ട് ഏറ്റവും വന്ദിച്ചു കൊള്ളണം എന്ന് മുകുന്ദൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ശാസ്ത്രോക്തി ഒന്നുകൊണ്ട് ഈശനെ കൂപ്പിയാൽ മറ്റേ കരം അറുത്ത് കളയണമെന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് നിങ്ങൾ രണ്ട് കൊണ്ട് ഏറ്റവും വന്ദിച്ചു കൊള്ളണം, രണ്ട് കൈയും ഒന്നിച്ച് കൂപ്പി തൊഴുവണം. അപ്പോൾ എന്നാകയാൽ ഇന്ന് രണ്ട് കൊണ്ട് ഏറ്റവും വന്ദിച്ചു കൊള്ളണം എന്ന് മുകുന്ദനും ചൊന്ന. അത് കേട്ടവർ കാമം വരുവാനായി പിന്നെയും കൂപ്പുന്നത് കണ്ട് നന്ദിച്ചു കൃഷ്ണനും നാരിമാർ തന്നോട് ഭിന്നമെന്നിയുള്ള ഭക്തിയെ കാണുകയാൽ പിന്നെ വസനങ്ങളെല്ലാം കൊടുത്തിതു മല്ലവിലോചനൻ തന്നോട് അവർക്കൊരു തെല്ല് പോലും വൈരമുണ്ടായതുമില്ല. അപ്പോൾ അവർ രണ്ട് കൈ കൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കരം കൊണ്ടും കൂപ്പി. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഇങ്ങനെ നന്ദിച്ചു. അപ്പോൾ കൃഷ്ണന് സന്തോഷമായി. പിന്നെയും അവർ കൂപ്പുന്നത് കണ്ടപ്പോൾ ഭഗവാൻ മനസ്സിലായി ഈ നാരിമാർ ഭിന്നമെന്നിയുള്ള ഭക്തിയെ കാണുക. അവിടെ സന്തോഷമായുള്ള നല്ല യഥാർത്ഥമായുള്ള ഭക്തി കണ്ടപ്പോൾ ഭഗവാൻ വസ്ത്രങ്ങളെല്ലാം കൊടുത്ത് മല്ലവിലോചൻ തന്നോട് ഭഗവാനോട് അവർക്കൊരു വിഷമോ ഒരു വൈരാഗ്യവും തെല്ലുപോലും വൈരം ഉണ്ടായതുമില്ല. കാരണം പരമാത്മാവല്ലേ, ഈശ്വരനല്ലേ, അവർക്ക് ഭഗവാനെ വേണമല്ലോ. അവർ നിത്യവും പ്രാർത്ഥിക്കുന്നത് എന്താ? കാർത്യായനി മഹാമായേ ഭഗവതി ആർത്തിനാശേ ആർത്തി നശ്മിത അമ്മേ
വല്ലഭനായിട്ട് ഞങ്ങൾക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുന്ന വല്ലഭനെ ഇവർക്ക് വൈരം ഉണ്ടാകുമോ? ഭഗവാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കത്തില്ലേ? അവിടെ തെല്ലുപോലും അവർക്ക് വൈരം ഉണ്ടായതുമില്ല. വസ്ത്രങ്ങൾ മോതാൽ ധരിച്ചവരേവരും ത്രിലോകീശം പിരിയാതെ നിൽക്കയാൽ പാരം അനുരാഗമുണ്ടവർക്കെന്നറിഞ്ഞ അരണക്കാതലാം നാരായണൻ ചൊന്നാൻ. അപ്പോൾ തെല്ലുപോലും വൈരമുണ്ടായില്ല. ഭഗവാനുള്ള ഭക്തി അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി വസ്ത്രങ്ങൾ മോതാൽ ധരിച്ച് സന്തോഷത്തോടെ അവരുടെ വസ്ത്രങ്ങളെല്ലാം അവർ വാങ്ങി ധരിച്ചു. എന്നിട്ട് ഈ ത്രിലോകീശം പിരിയാതെ നിൽക്കുക. ഇവിടെ ഈ 3 ലോകത്തിൽ നിന്നും അവർ പിരിയാതെ നിൽക്കുന്ന പാരം അനുരാഗമുണ്ടെന്ന് മനസ്സിലാക്കി. പാരം അനുരാഗമുണ്ട് അവർക്കെന്നറിഞ്ഞ് ഭഗവാൻ എന്ത് ചെയ്തു? ആരണക്കാതലാം ഭഗവാൻ നാരായണൻ പറഞ്ഞു, നിശ്ചല ഭക്തിയോടെന്നെ ഭജിപ്പവർക്ക് ഇച്ഛയും മുക്തി നൽകുവോൻ ഞാൻ മുതാ. അപ്പോൾ ഭഗവാന് മനസ്സിലായി ഈ ഗോപികമാർക്ക് അത്രത്തോളം ഭഗവാനോട് പ്രേമമാകുന്ന ഭക്തിയുണ്ട്, അനുരാഗമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആരണക്കാതലാം നാരായണൻ കൃഷ്ണൻ പറഞ്ഞു, നിശ്ചലമായിരിക്കുന്ന ഭക്തിയോട് എന്നെ ആര് ഭജിച്ചാലും അവർക്ക് എന്ത് കൊടുക്കും? ഇച്ഛയും കൊടുക്കും, മുക്തിയും കൊടുക്കും ഞാൻ മുതാ. ഇതെല്ലാം സംഭവിക്കും. അവർക്കുള്ള ഇച്ഛ എന്താണ്? വല്ലഭനായി വരണമെന്നാണ്. അതും കിട്ടും, അവർക്ക് മുക്തിയും കിട്ടും. ഭഗവാൻ അറിയാം അവർക്ക് അത്രത്തോളം പരമാത്മാവിനോട് അനുരാഗമുണ്ട്, പ്രേമമാകുന്ന ഭക്തിയുണ്ടെന്നറിയാം. അപ്പോൾ ഭഗവാൻ അത് തീർത്ത് കൊടുത്തല്ലേ പറ്റൂ. പോരെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന ആരെയാ? ലോകമാതാവായ പരാശക്തിയായിരിക്കുന്ന അമ്മയെ വച്ച് പൂജിച്ചാണ് നിൽക്കുന്നത്. ഈ എല്ലാവർക്കും ഈ ഭൂമിയിൽ അവതരിച്ച് പരമാത്മാവായ ആരിവിടെ അവതരിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാൻ കൃഷ്ണനായാലും ശ്രീരാമനായാലും നമുക്ക് ആർക്കായാലും ഈ ലോകമാതാവാണ് എല്ലാവരുടെയും. ശരീരം എടുത്തതുകൊണ്ട് ഈ അമ്മ ഭൂമിദേവിയായിരിക്കുന്ന മാതാവ് ലോക പരാശക്തി എല്ലാവർക്കും മാതാവാണ്. ആ മാതാവിനെ അത്രത്തോളം സ്നേഹിച്ച് പ്രാർത്ഥിച്ച അവർ അമ്മ സഹായിക്കത്തില്ലേ? കൃഷ്ണനെ അവർക്ക് വല്ലഭനായി വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ലേ? അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നിശ്ചല ഭക്തിയോടെ എന്നെ ഭജിച്ചവർക്ക് അത്രത്തോളം ഏകാഗ്രമായിരിക്കുന്ന സ്നേഹത്തോടിരിക്കുന്ന പ്രേമമായിരിക്കുന്ന ഭക്തിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കവർക്ക് ഇച്ഛയും ആഗ്രഹങ്ങളും നിറവേറ്റും, കൂടാതെ മുക്തിയും നൽകുവോൻ ഞാൻ മുതാ. ഭോഗത്തിനായിക്കൊണ്ട് സേവിപ്പവർക്കതും യോഗം വരുത്തി ക്രമേണ നൽകും മുക്തി. അപ്പോൾ ഭോഗത്തിനായിട്ട് ഈ ലോക ജീവിതം ഭോഗസുഖങ്ങളാണ്. അപ്പം അതും അങ്ങനെയും കിട്ടും. ഭോഗത്തിനായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും അതും കിട്ടും, യോഗം വരുത്തി ക്രമേണ നൽകും മുക്തിയും കിട്ടും. ഭക്തിയാ ഭഗവതി തന്നെ ഭജിപ്പതിനൊത്ത ഫലം വരുമെന്നത് കേട്ടേ വരും. ഭക്തിയാ ഈ അമ്മയെ ലോകമാതാവായിരിക്കുന്ന അമ്മയെ ഭഗവതി തന്നെ ഭജിപ്പതിന് ഒത്ത ഫലം വരുമെന്ന് കേട്ടേ വരും. ചിത്തമോദേന തത്തൽ ഗൃഹം പുക്കവർ കൈതവമൂർത്തി വളരുന്നതും പാർത്ത് പെയ്ത സന്തോഷേണവാണിതു നാരിമാർ. അങ്ങനെ ഈ കുട്ടികൾ പെയ്ത സന്തോഷ മഴ പോലെ സന്തോഷം, അത്രമാത്രം സന്തോഷത്തോടെ അവർ അവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി വാണിതു നാരിമാരെന്താ? ഭഗവാൻ അമ്മയെ പ്രാർത്ഥിക്കുന്നവർക്ക് യഥാർത്ഥമായി എന്താ വേണ്ടത് അത് കൊടുക്കുകയും ചെയ്യും. ചിത്തമോദേന ആ സന്തോഷത്തോടുകൂടി തന്നെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. എങ്ങനെയാ പോയത്? കൈതവമൂർത്തി വളരുന്നതും പാർത്ത്. ഭഗവാൻ കൃഷ്ണൻ കുട്ടിയല്ലേ, അത് ഭഗവാൻ വളരുന്നത് നോക്കി ഇരിക്കുക, പാർത്തിരിക്കുക. അങ്ങനെ പെയ്ത സന്തോഷേണ വാണിതു നാരിമാർ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ദേവകീ നന്ദനൻ ഗോകുലത്തോട് സേവകന്മാരുമായി രാമനും ഒന്നിച്ചു വൃന്ദാവനം തന്നിൽ ദൂരവേ സഞ്ചരിച്ചു ഉന്നത വൃക്ഷമൂലേ വെയിൽ കൊണ്ടവർ ചെന്ന് നിന്നാർ തരുച്ചായ കുടകളിൽ. അങ്ങനെ സേവകന്മാരെല്ലാം രാമനും കൂട്ടുകാരെല്ലാവരും ദേവകി നന്ദനനായ ഭഗവാനും എല്ലാം ഒരുമിച്ച് ഉന്നത വൃക്ഷമൂലേ വലിയൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെയിൽ വന്നപ്പോൾ അവർ കുടകളിൽ വൃക്ഷം വലിയ വൃക്ഷത്തിൻ്റെ അത് കുടയാണ് തണൽ കൊടുക്കുന്നത്. അപ്പം വൃക്ഷം എന്ന് പറയുമ്പോൾ കുടകളിൽ വൃക്ഷത്തിൻ്റെ കുട പോലാണല്ലോ, വെയിൽ കൊള്ളാതെ അവർ ഇവിടെ നിന്നു. ഇന്ദീവരാശാംശമായ ശ്രീതാമാവു തന്നോട് പിന്നെ ബലഭദ്രനോടുമായി അന്യഗോപാലരോടും അരുൾ ചെയ്തിതു നന്ദാത്മജൻ നരകാരി നാരായണൻ. ഭഗവാൻ എന്താ അവരോട് പറയുന്നത്? ഇന്ദീവരാശാംശമായ ശ്രീതാമാവോടും ബലഭദ്രനോടുമായി അന്യഗോപാലരോടുമായി മറ്റ് സുഹൃത്തുക്കളായ ഗോപാലരോടുമായി ഭഗവാൻ എന്തു പറഞ്ഞു? നന്ദാത്മജൻ നരകാരി ഭഗവാൻ നാരായണൻ പറയുന്നു, കാനന വൃക്ഷജാലം കാൺമിനേവരും. നിങ്ങൾ നോക്കൂ, ഈ വൃക്ഷം
ഈ കാനനത്തിലെ വൃക്ഷജാലം, ഈ കൂട്ടം വൃക്ഷങ്ങളെ നിങ്ങൾ നോക്കൂ, എല്ലാവരും കാണൂ. ദീനമോടെ വാദവർഷ ഹിമാദികൾ ഏറ്റ് ഫല പത്രപുഷ്പ വൃക്ഷാദികൾ പറ്റും പരോപകാരാർത്ഥമായൊക്കെയും ഏറ്റം ചുമന്ന് നിൽക്കുന്നു രക്ഷിപ്പാനായി. ഈ കാനനത്തിലെ വൃക്ഷങ്ങൾ എല്ലാം ദീനമോടെ അവരെന്ത് വാദം, കാറ്റും മഴയും ഹിമം മഞ്ഞും വെയിലും എല്ലാം തട്ടി നിൽക്കുന്നു ദീനമോടെ. ആർക്ക് വേണ്ടി വൃക്ഷങ്ങളോടെ നിൽക്കുന്നത്? ഈ മഞ്ഞും വെയിലും മഴയും മൊത്തവും കൊണ്ടുകൊണ്ട് ഈ വൃക്ഷങ്ങൾ ആർക്ക് വേണ്ടി നിൽക്കുന്നു? ഫല പത്ര പുഷ്പ വൃക്ഷാദികൾ, പുഷ്പവും ഫലങ്ങൾ പഴങ്ങളും ഇലകളും എല്ലാം തന്ന് നമുക്ക് പരോപകാരാർത്ഥമായി, നമുക്ക് വേണ്ടി, മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന വൃക്ഷങ്ങൾ. അത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, നോക്കൂ ഈ വൃക്ഷങ്ങളെല്ലാം നിൽക്കുന്നത് കാരണം എത്രയും ദീനമോടെ വാദവർഷ ഹിമാദികളെ ഏറ്റ് ഇതെല്ലാം കൊണ്ടുകൊണ്ട് ഫലങ്ങൾ, നമുക്ക് എന്ത് ആവശ്യങ്ങളാണ്? ഫലം വേണം, നല്ല തണൽ കുടയായിട്ട് നിന്ന് നമ്മൾ അവൻ്റെ ചുവട്ടിൽ പോയി നമ്മൾ ആശ്വാസം കൊള്ളണം. അതുകൊണ്ട് ഫല പത്ര പുഷ്പ വൃക്ഷാദികൾ പറ്റും പരോപകാരാർത്ഥമായി ഒക്കെയും ഏറ്റം ചുമന്ന് നിൽക്കുന്നു രക്ഷിപ്പാനായി. ഇതെല്ലാം സഹിച്ചും ചുമന്ന് നിൽക്കുന്നു. ഉള്ള ഫലങ്ങൾ പഴവർഗ്ഗങ്ങളെല്ലാം അതിൽ എത്ര ഒരു വൃക്ഷം കായ്ച്ചാൽ ആ വൃക്ഷത്തിൽ നിൽക്കുന്ന കായ്കളികളെല്ലാം എത്രമാത്രം ഭാരമുണ്ട്. ഇതെല്ലാം ചുമന്ന് നിൽക്കല്ലേ ഓരോ തണ്ടുകളിലും പഴങ്ങളെല്ലാം നിന്ന് അത് വേദനിച്ചും ദീനപ്പെട്ടും മഴയും വെയിലും എല്ലാം കൊണ്ട് സഹിച്ച് നിൽക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മളും അതുപോലെ എന്താ വേണ്ടേ? അപ്പോൾ ഈ പരോപകാരാർത്ഥമായി ഒക്കെയും ഏറ്റവും ചുമന്ന് നിൽക്കുന്നു രക്ഷിപ്പാനായി, നമ്മളെയൊക്കെ രക്ഷിക്കാൻ, മറ്റു മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ. തൽകർമ്മ പുണ്യഫലം ഈശ്വരേച്ഛയാ തീഷ്ണമാ അർക്കൻ്റെ രശ്മിയേൽക്കാതെ നാം. അപ്പോൾ വൃക്ഷങ്ങൾ തൽകർമ്മ പുണ്യഫലം ഈശ്വരേച്ഛയാ, ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? തീഷ്ണമാം അർക്കൻ്റെ രശ്മി ഏൽക്കാതെ നമ്മൾ വൃക്ഷനിഴൽ ഛത്രമേറ്റ് നിൽക്കുന്നത്, നമ്മളെല്ലാവരും ഈ മരച്ചുവട്ടിൽ തണലേറ്റ് നിൽക്കുന്നു. എത്രയും തങ്ങൾ ദുഃഖിക്കുന്നതാകിലും മിത്രമായി അന്യരെ രക്ഷിക്കും ഉത്തമന്മാരായ വൃക്ഷങ്ങളായാലും മനുഷ്യരായാലും എന്ത് ചെയ്യുന്നു? അവർ ത്യാഗം സഹിച്ചിട്ടായാലും അവരെത്ര ദുഃഖിച്ചിട്ടായാലും മിത്രമായി അന്യരെ, അവരത്രത്തോളം സഹായം രക്ഷിക്കുന്നു മറ്റന്യരെ. അവരെന്ത് സഹിച്ചിട്ടായാലും, വെയിൽ കൊണ്ടായാലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുത്ത് ഈ ഉത്തമന്മാരായ ആളുകൾ ഈ വൃക്ഷത്തെ പോലെ മിത്രമായി അന്യരെ രക്ഷിക്കും ഉത്തമന്മാരായവർ അങ്ങനെയാണ്. പക്ഷിമൃഗങ്ങൾ വൃക്ഷങ്ങൾ ജലങ്ങളിങ്ങി ക്ഷിതിയിൽ വിശേഷ ജ്ഞാന ജന്തുവിൽ അർപ്പിച്ചു ദേഹം പരോപകാരാർത്ഥം ഇത് അപ്പോഴത് ഊർദ്ധമൂർദ്ധം ജന്മമായി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ വിശേഷ ജ്ഞാനജന്തുവിൽ അർപ്പിച്ച് അങ്ങനെ ദേഹം പരോപകാരാർത്ഥമായി ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും എന്തും സഹിച്ച് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുമ്പോൾ എന്ത് വരും? ഊർദ്ധമൂർദ്ധം ജന്മമായി വരും. നമുക്ക് മേൽക്കുമേൽ ഗതി നമ്മുടെ ജന്മം കൊണ്ട് ഉണ്ടാകും. ഓർക്കിലോരുപകാരമായി മേദിനി പാർക്കുന്നു ധർമ്മദാനാർത്ഥമുക്ത്യർത്ഥമായി. ഓർക്കിൽ ഈ ഉപകാരം, ഈ ഭൂമി പാർക്കുന്ന എന്താ? ധർമ്മദാനാർത്ഥമുക്ത്യർത്ഥമായി. പ്രാണികളിൽ പ്രധാനാത്മാക്കളായുള്ള മനുഷ്യർക്കോ പറയേണ്ടതില്ലേതുമേ. ഭൂമി എല്ലാവർക്കും വേണ്ടി പരോപകാരം ചെയ്യുന്നു ഈ മാതാവ്, ഭൂമി മാതാവ്. ധർമ്മദാനാർത്ഥമുക്ത്യർത്ഥമായി പ്രാണികളിൽ പ്രാണികളിൽ വെച്ച് നമ്മൾ മനുഷ്യരാണ് പ്രധാനാത്മാക്കൾ. ഈ ഭൂമി സർവ്വ ജന്തുജാലങ്ങൾക്കും എല്ലാവർക്കും പരോപകാരം ചെയ്തിങ്ങനെ നിൽക്കുന്നു. എന്നാലോ ഈ പ്രാണികളിൽ വെച്ച് പ്രധാനം ആർക്കാ ഉള്ളത്? മനുഷ്യർക്കാണ്. അവർക്ക് പറയേണ്ടതില്ലല്ലോ ഭൂമി അത്രത്തോളം നമ്മൾ എന്തൊക്കെയാണ് ഭൂമി ചെയ്യുന്നത്. ഈ അമ്മ എല്ലാം സഹിക്കുന്നില്ലേ? അപ്പം മനുഷ്യർക്കോ പറയേണ്ടതില്ലേതുമേ. പ്രാണാർത്ഥ ബുദ്ധി വാക്ക് ശ്രേയ കർമ്മങ്ങളാൽ ത്രാണനം ചെയ്തു കൊള്ളേണം അത് ഉത്തമം. പ്രാണാർത്ഥം നമ്മൾ ജീവനും കൂടി മറ്റുള്ളവർക്ക് കൊടുക്കുക. പ്രാണ അർത്ഥ ബുദ്ധി വാക്ക് ശ്രേയ കർമ്മങ്ങളാൽ നമ്മൾ എന്താ നമ്മളെ കൊണ്ട് ഒക്കുന്നേ? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ത്രാണനം ചെയ്തു കൊള്ളണം, അതാണ് ഉത്തമം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ഒക്കുന്ന എന്താണ്? നമുക്ക് ആർക്കെങ്കിലും രക്തം കൊടുക്കാനും രക്തം കൊടുക്കണം. അർത്ഥം ധനം ബുദ്ധി വാക്കുകൊണ്ടായാലും ശ്രേയസ് ഐശ്വര്യം കൊണ്ടായാലും കർമ്മം എന്തെങ്കിലും സഹായങ്ങൾ ജോലി ചെയ്തായാലും നമ്മൾ മറ്റുള്ളവർക്ക് ത്രാണനം ചെയ്തു കൊള്ളണം, അതാണ് ഉത്തമം. നമ്മൾക്ക് എന്താണ് നമ്മളെ കൊണ്ട് പറ്റുന്നത്? അത് ധനമാണെങ്കിലോ സ്വത്താണെങ്കിലോ മറ്റ് നമുക്ക് ഒരാൾക്ക് രക്തം കുറച്ച് വേണം, പ്രാണനല്ലേ ഇപ്പം പോകും, നമുക്ക് രക്തമുണ്ടോ, എന്തുകൊണ്ടായാലും അതാണ് ജീവനെ കൂടി ആയാലും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഉത്തമം.
ഇത്തം അരുൾ ചെയ്ത് ഗോക്കളോടൊന്നിച്ച് സത്വരം കൃഷ്ണ ഗോപാലക വൃന്ദവും തൃഷ്ണയാ ചെന്ന് യമുനാ ജലത്തെയും തൃപ്തി വരുമാറ് പാനവും ചെയ്തവർ ചിത്തമോദേന കുളിച്ചു കരയേറി മുക്തിപ്രദൻ വനംപുക്കു നരോത്തമൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പാഠം. നല്ലൊരു പാഠമാണ്. എല്ലാവർക്കും നമസ്കാരം. സമയം ഒരുപാട് പോയി, എന്നാലും ഇത്രയും തീർക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയ പിന്നെ ശകലം കൊണ്ടില്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം അങ്ങ് ഇനിയിപ്പോൾ അടുത്തത് വിപ്രപത്നി അനുഗ്രഹ ലീലയാണ്. ഇത് എന്താ നമ്മളിപ്പോൾ വായിച്ചത്? ഗോപി വസ്ത്ര അപഹരണമാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.